ഫോർത്ത് ചാപ്റ്റർ കെമിക്കൽ കൈനറ്റിക്സ് തുടരുകയാണ്. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഓർഡർ ഓഫ് എ റിയാക്ഷൻ. വാട്ട് ഈസ് ഓർഡർ? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓർഡർ? പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, അപ്പോൾ എന്താണ് വാട്ട് ഈസ് ഓർഡർ? എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. ഫോർ എ റിയാക്ഷൻ എ പ്ലസ് ബി ബി ഗീവ്സ് പ്രോഡക്ട്സ്. ഒരു ജനറൽ റിയാക്ഷൻ എഴുതിയിരിക്കുകയാണ് എ പ്ലസ് ബി ബി ഗീവ്സ് പ്രോഡക്ട്സ്. ഇതിൻ്റെ റേറ്റ് ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. റേറ്റ് ഇക്വേഷൻ ആർ ഈക്വൽ കെ കോൺസെൻട്രേഷൻ ഓഫ് എ റൈസ് ടു എക്സ് ഇൻറ്റു ബി റൈസ് ടു വൈ. അത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. റേറ്റ് ഇക്വേഷൻ എക്സ്പെരിമെന്റൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടൻസ്. അതാണ് റേറ്റ് ലോ, റേറ്റ് എക്സ്പ്രഷൻ ഓർ റേറ്റ് ഇക്വേഷൻ. അപ്പോൾ ഇത് റേറ്റ് ലോ ആണ്. ഓക്കെ, ഈ എക്സും വൈയും തീരുമാനിക്കുന്ന എക്സ്പെരിമെന്റ് ആണ്. എക്സ് എന്താവാം? എ ആവാം, ആവാതിരിക്കുകയും ചെയ്യാം. എക്സ് മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു എ. അതുപോലെ വൈ മേ ഓർ മേ നോട്ട് ബി ഈക്വൽ ടു ബി. വൈ ബി ആവുകയോ ആവാതിരിക്കുകയോ ചെയ്യാം. ദീസ് ആർ എക്സ്പെരിമെന്റൽ വാല്യൂസ്. ഓക്കെ, ഇതാണ് റേറ്റ് ഇക്വേഷൻ അല്ലെങ്കിൽ റേറ്റ് എക്സ്പ്രഷൻ എന്നൊക്കെ പറയുന്നത്. ഇതിൽ കോൺസെൻട്രേഷൻ ടേംസ്, ഈ റേറ്റ് ഇക്വേഷനിലെ കോൺസെൻട്രേഷൻ ടേംസ് ആണ് എ ആൻഡ് ബി, എയും ബിയും. അതിന്റെ പവേഴ്സ് ആണ് എക്സ് വൈ. ഓക്കെ, അത് കൂട്ടുക, ആഡ് ചെയ്യുക, സം ചെയ്യുക, എസ് പ്ലസ് വൈ. ദാറ്റ് ഈസ് ദ ഓർഡർ. ഓർഡർ ഈക്വൽ എസ് പ്ലസ് വൈ. സോ വാട്ട് ഈസ് ഓർഡർ? ഓർഡർ ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ഇക്വേഷൻ. റേറ്റ് ഇക്വേഷനിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ തുകയാണ് ഓർഡർ. ഓർഡർ ഈസ് ദ സം ഓഫ് ദ പവേഴ്സ് ഓഫ് ദ കോൺസെൻട്രേഷൻ ടേംസ് ഇൻ ദ റേറ്റ് ഇക്വേഷൻ. ഓക്കെ, ഇതോടൊപ്പം തന്നെ വേറൊരു ടേം പറയാണ് മോളിക്കുലാരിറ്റി. മോളിക്കുലാരിറ്റി ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടൻസ് അണ്ടർഗോയിങ് സൈമൾട്ടേനിയസ് കൊളീഷൻ. ഒരേ സമയം കൊളീഷനിൽ, കൂട്ടിമുട്ടലിൽ പങ്കെടുക്കുന്ന റിയാക്ടൻസിന്റെ എണ്ണമാണ് മോളിക്കുലാരിറ്റി. അത് നമുക്ക് വെറുതെ ഇക്വേഷൻ നോക്കി പറയാം. എയും ബിയും, എ മോൾ എയും ബി മോൾ ബിയും ആണ്. അതുകൊണ്ട് മോളിക്കുലാരിറ്റി ഈക്വൽ എ പ്ലസ് ബി. ഓക്കെ, മോളിക്കുലാരിറ്റിയെ കുറിച്ച് അടുത്ത ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് ഓർഡർ. വാട്ട് ഈസ് ഓർഡർ? വാട്ട് ആർ ഇറ്റ്സ് ക്യാരക്ടറിസ്റ്റിക്സ്? പ്രോബ്ലംസ് റിലേറ്റഡ് ടു ഓർഡർ ഓഫ് എ റിയാക്ഷൻ. ഓക്കെ, വാട്ട് ഈസ് ഓർഡർ? Order is the sum of the power of the concentration terms in the rate equation. റേറ്റ് ഇക്വേഷനിലെ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവറുകളുടെ തുകയാണ് ഓർഡർ. ഓക്കെ, നമുക്കറിയാം ആ എക്സും വൈയും തീരുമാനിച്ചത് എക്സ്പെരിമെന്റ് ആണ്. റേറ്റ് ഇക്വേഷനിലെ എക്സ് വൈ തീരുമാനിച്ചത് ആരാണ്? എക്സ്പെരിമെന്റ്. എക്സ്പെരിമെന്റിൽ എത്രയാണോ കിട്ടുന്നത് അതാണ് അവിടെ വരിക. സോ ഓർഡർ ഈസ് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് ക്വാണ്ടിറ്റി. ഓർഡർ ഈസ് ഡിറ്റർമിൻഡ് എക്സ്പെരിമെന്റലി. ഓക്കെ, തിയററ്റിക്കൽ കൺസെപ്റ്റ് അല്ല, അത് എക്സ്പെരിമെന്റിൽ കിട്ടുന്ന വാല്യൂസ് ആണ്. ഓക്കെ, ഓർഡർ ഈസ് ഡിറ്റർമിൻഡ് എക്സ്പെരിമെന്റലി. അങ്ങനെ എക്സ്പെരിമെന്റിൽ ആയതുകൊണ്ട് തന്നെ ഓർഡർ മേ ബി സീറോ, ഫ്രാക്ഷണൽ ആൻഡ് ഇന്റഗ്രൽ നമ്പേഴ്സ്. ഓർഡർ സീറോ വരാം, ഫ്രാക്ഷണൽ വരാം, ഇന്റഗ്രൽ നമ്പേഴ്സ് വരാം. ഓർഡർ 0 ആവാം, ഫ്രാക്ഷൻ ആവാം, അതായത് 0.5, 1.5, 1.25 തുടങ്ങിയ ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആവാം. ആൻഡ് ഇന്റഗ്രൽ നമ്പേഴ്സ് 1, 2, 3 പോലെയുള്ള ഇന്റഗ്രൽ നമ്പേഴ്സും ആവാം. ഓക്കെ, ഓർഡർ ഗിവ്സ് സം ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. കാരണം എന്താണ്? ഓർഡർ ഈസ് എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞു അല്ലേ? അതുകൊണ്ട് തന്നെ റിയാക്ഷൻ മെക്കാനിസത്തെ കുറിച്ച് ചില ഐഡിയാസ് തരാൻ ആർക്ക് കഴിയും? ഓർഡറിന് കഴിയും. ഓർഡർ ഗിവ്സ് സം ഐഡിയ അബൌട്ട് റിയാക്ഷൻ മെക്കാനിസം. ഓക്കെ, ഓർഡർ ഈസ് അപ്ലിക്കബിൾ ടു എലമെന്ററി ആൻഡ് കോംപ്ലക്സ് റിയാക്ഷൻസ്. ഓർഡർ എലമെന്ററി റിയാക്ഷൻസിന് അപ്ലിക്കബിൾ ആണ്, കോംപ്ലക്സ് റിയാക്ഷൻസിനും അപ്ലിക്കബിൾ ആണ്, പ്രായോഗികമാണ്. എലമെന്ററി റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിൽ നടക്കുന്ന റിയാക്ഷൻസിന് പറയുന്നവരാണ് എലമെന്ററി റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷൻസ്, മോർ ദാൻ 1 സ്റ്റെപ്പ്, ഒന്നിൽ കൂടുതൽ സ്റ്റെപ്പുകളുള്ള റിയാക്ഷൻസിന് പറയുന്നവരാണ് കോംപ്ലക്സ് റിയാക്ഷൻസ്. ഓക്കെ, ഓർഡർ എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് ആയതുകൊണ്ട് എലമെന്ററി റിയാക്ഷൻസിനും അപ്ലിക്കബിൾ ആണ്, കോംപ്ലക്സ് റിയാക്ഷനും അപ്ലിക്കബിൾ ആണ്, പ്രായോഗികമാണ്. ഓക്കെ, ഇനി കുറച്ച് റിയാക്ഷൻസിന്റെ ഓർഡർ എത്ര നോക്കാം. ഇവിടെ ഒരു റിയാക്ഷൻ കാണുന്നു. 2NO + O2 gives 2NO2. ഇതിന്റെ റേറ്റ് ഈക്വൽ K × NO² × O2. K × concentration of NO² × O2. അത് ഈ ഇക്വേഷനിൽ കാണുന്ന പോലെ തന്നെ NOന്റെ കോഎഫിഷ്യന്റ് എത്ര? 2 അല്ലേ? അത് ഇതിന്റെ പവർ ആക്കി എഴുതി. O2ന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. ഒന്നും എഴുതിയിട്ടില്ല, 1 എന്നാണ് മീനിങ്.
അത് ഇതിന്റെ മുകളിൽ എഴുതണം നിർബന്ധമൊന്നുമില്ല, എഴുതിയാലും കുഴപ്പമില്ല. 1. ഓക്കെ, അപ്പൊ ഈ റിയാക്ഷന്റെ റേറ്റ് ഇക്വേഷൻ ആണ് ഈ കാണുന്നത്. ഇനി ഇതിന്റെ ഓർഡർ എങ്ങനെയാണ് കാണുക? ഈ കോൺസെൻട്രേഷൻ ടേമുകളുടെ പവർ ആഡ് ചെയ്താൽ മതി. ഇതിന്റെ പവർ എത്ര? 2. ഇതിന്റെ പവർ എത്ര? 1. ഇപ്പൊ 2 + 1 എത്ര? 3. ഓർഡർ ഓഫ് ദ റിയാക്ഷൻ ഈസ് 3. ഈ റിയാക്ഷന്റെ ഓർഡർ എത്രയാണ്? 3 ആണ്. ഓക്കെ, നെക്സ്റ്റ് ഇക്വേഷൻ CHCl3 + Cl2 gives CCl4 + HCl. ഓക്കെ, ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എങ്ങനെ നോക്കാം? റേറ്റ് ഇക്വേഷൻ റേറ്റ് ഈക്വൽ K ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് CHCl3 ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് Cl2 ½ ഓക്കെ, അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് റിയാക്ഷൻ റേറ്റിനെ എഫക്ട് ചെയ്യുന്നു, എന്നാൽ ഇതിന്റെ ഹാഫ് മാത്രമേ റിയാക്ഷൻ റേറ്റിനെ എഫക്ട് ചെയ്യുന്നുള്ളൂ എക്സ്പെരിമെന്റലി. ഓക്കെ, അതുകൊണ്ടാണ് ഹാഫ് മാത്രമായതുകൊണ്ടാണ് ഹാഫ് എന്ന് എഴുതിയത്. അത് നമുക്ക് ഇക്വേഷൻ കണ്ടാൽ തരാൻ പറ്റില്ല, എക്സ്പെരിമെന്റലി ഡിറ്റർമിൻഡ് വാല്യൂ ആണ്. അപ്പൊ എക്സ്പെരിമെന്റ് വഴി എത്രയാണോ കിട്ടുന്നത് അതാണ് ഇതിന്റെ പവറുകളായിട്ട് വരിക. ഓക്കെ, അപ്പൊ ഇതിന്റെ പവർ 1 ഒന്നും എഴുതിയിട്ടില്ല. 1 എന്താണ്? ഇതിന്റെ പവർ എത്ര? ഹാഫ്. അതുകൊണ്ട് ഓർഡർ എത്ര? 1 + ½ 1 + ½ എത്ര? 3/2 3/2 = 1.5. ഓക്കെ, so order of this reaction is 1.5. fractional order reaction. This is a fractional order reaction. Okay, next reaction ester hydrolysis. CH3COO C2H5 + H2 gives CH3COH + C2H5OH. ഇതിന്റെ റേറ്റ് ഇക്വേഷൻ K ഈക്വൽ റേറ്റ് ഈക്വൽ K ഇൻറ്റു ഇത് ഇൻറ്റു ഇത് എന്നെഴുതി. എന്നിട്ട് ഇതിന്റെ പവർ 1 എന്ന് എഴുതി. ഇതിന്റെ പവർ 0, അതായത് ഇതിൽ വാട്ടറിന്റെ കോൺസെൻട്രേഷൻ റിയാക്ഷൻ റേറ്റ് എഫക്ട് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പൊ അതിന്റെ പവർ എത്രയാണ്? 0. ഇതിന്റെ ഓർഡർ എത്ര വരിക? ഇതിന്റെ പവർ 1ഉം ഇതിന്റെ പവർ 0യും. 1 + 0 = 1. ഓക്കെ, സോ ഓർഡർ ഈസ് 1. ഓക്കെ, നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലംസ്. ഫോർ എ റിയാക്ഷൻ A + B gives product. The rate law is given by R = K or K concentration of A raised to half concentration of B raised to 2. What is the order of the reaction? എങ്ങനെ ഓർഡർ കാണുക? ഈ പവേഴ്സ് ആഡ് ചെയ്താൽ മതി. 1/2 + 2 ഓർഡർ ഈക്വൽ 1/2 + 2 എത്ര വരിക? 1/2 + 2. ഇതിന്റെ താഴെ മാത്രമേ 2 ഉള്ളൂ, ഇതിന്റെ താഴെ 2 ഇല്ല അല്ലെ? അപ്പൊ ഇതിന്റെ താഴെ 2 വരണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഇതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, അതോടൊപ്പം തന്നെ അടിയിലും 2 ഇടുക. അപ്പൊ എത്രയും മാറും? മുകളിൽ 2 × 2 4 4 + 1 5 അല്ലെ? 5/2 എന്നായി മാറും. 5/2 ഓക്കെ, ഈക്വൽ 5/2. 5/2 എന്ന് പറഞ്ഞാൽ 2.5. ഇറ്റ് ഈസ് എ ഫ്രാക്ഷണൽ ഓർഡർ റിയാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. കാൽക്കുലേറ്റ് ദ ഓവറോൾ ഓർഡർ ഓഫ് എ റിയാക്ഷൻ വിച്ച് ഹാസ് ദ റേറ്റ് എക്സ്പ്രഷൻ. ഇവിടെ ഒരു റേറ്റ് എക്സ്പ്രഷൻ രണ്ടെണ്ണം തന്നിട്ടുണ്ട്. രണ്ടെണ്ണത്തിന്റെയും ഓർഡർ കാണാനാണ്. അപ്പൊ ഇതിന്റെ ഓർഡർ 1/2 + 3/2 1/2 + 3/2. ഇതിന്റെ ഓർഡർ 3/2 ± 1, അതായത് 3/2 - 1. ഓക്കെ, അപ്പൊ ആദ്യത്തെ കേസിൽ 1/2 + 3/2. ഇതിന്റെ താഴെയും 2 ആണ്, ഇതിന്റെ താഴെ 2 ആണ്. അതുകൊണ്ട് കോമൺ ആയിട്ട് /2 എന്നെടുക്കാം. മുകളിലത്തെ ആഡ് ചെയ്താൽ മതി. 1 + 3 1 + 3/2 = 1 + 3 എത്ര? 4 4/2 = 2. ഓക്കെ, അപ്പൊ ഇതിന്റെ ഓർഡർ 2 ആണ്. ഇനി ഇതിന്റെ നോക്കാം. ഇതിന്റെ ഓർഡർ ഇതിന്റെ എത്ര? 3/2 ± 1 എന്ന് പറഞ്ഞാൽ 3/2 - 1 3/2 - 1 എങ്ങനെ വരിക? ഇത് ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്താലും മതി, അങ്ങനെ ചെയ്താൽ മതി. 3 - 2/2 അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ താഴെ 2 ഉണ്ട്, ഇതിന്റെ താഴെ 2 ഇല്ല. അപ്പൊ ഇതിന്റെ താഴെ 2 വരണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? ഒപ്പം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും വേണം. ഓക്കെ, അപ്പൊ ഇതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എത്ര വരിക? -2. അപ്പോ 3 - 2/2. അപ്പൊ ഇതിന്റെ താഴെ 2 ആയി, ഇതിന്റെ താഴെ 2 ആയി. 2 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുകയും ഡിവൈഡ് ചെയ്യുകയും ചെയ്തപ്പോൾ അപ്പൊ രണ്ടിന്റെ താഴെ 2 വന്നാൽ /2 എടുത്തു. പിന്നെ 3 - 1 3 - 1 എത്ര? 1 1/2 = 0.5. ഓക്കെ, ഫ്രാക്ഷണൽ ഓർഡർ. ഇനി പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് എഴുതുക. അതിനൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്. ഈ ഇക്വേഷൻ ബൈഹാർട്ട് പഠിച്ചാൽ ഏത് ഓർഡറിന്റെയും യൂണിറ്റ് നമുക്ക് എഴുതാൻ സാധിക്കും. മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഇത് ബൈഹാർട്ട് പഠിക്കുക. മോൾ റേസ് ടു 1 - n ലിറ്റർ റേസ് ടു n - 1 സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, n എന്ന് പറഞ്ഞാൽ ഓർഡർ. ഇപ്പൊ 0 ഓർഡർ ആണെങ്കിൽ എന്നിന്റെ അവിടെ 0 എന്ന് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരിക? മോൾ റേസ് ടു 1 - 0 1 - 0 എത്രയാണ്? 1 തന്നെ. മോൾ റേസ് ടു 1 മോൾ റേസ് ടു 1 ആണെങ്കിൽ എഴുതണമെന്ന് നിർബന്ധമല്ല, മോൾ. പിന്നെ ഇവിടെ ലിറ്റർ റേസ് ടു 0 - 1 0 - 1 എത്ര? -1 ലിറ്റർ റേസ് ടു -1 സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ആണെങ്കിലോ
എന്നിന്റെ അവിടെ 1 എന്ന് കൊടുക്കുക. അപ്പൊ എങ്ങനെ വരിക? 1 - 1 0 മോൾ റൈസ് ടു 0 1. അപ്പൊ ഈ ടേം 0 ആയി പോയി. അതുപോലെ ലിറ്റർ റൈസ് ടു 1 - 1 1 - 1 എത്ര? 0. അപ്പൊ ലിറ്റർ റൈസ് ടു 0 1 അതും പോയി. ബാക്കി ഇതിലാരാ? സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോന്നിന്റെയും ഓരോ ഓർഡറിന്റെയും റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാം. ഫോർ 0 ഓർഡർ ഇവിടെ എന്നിന്റെ അവിടെ 0 കൊടുത്താൽ മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. ഫോർ ഫസ്റ്റ് ഓർഡറിന്റെ കേസിൽ എന്നിന്റെ അവിടെ എത്ര കൊടുക്കുക? 1. അങ്ങനെയെങ്കിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു 1 - 1 0 ആണ്. മോൾ റൈസ് ടു 0 1. അപ്പൊ ഇതും 1 ആയി, അതുപോലെ ഇതും 1 ആയി. പിന്നെ ഇത് മാത്രമേ ഉള്ളൂ ബാക്കി, സെക്കൻഡ് ഇൻവേഴ്സ്. ഫോർ സെക്കൻഡ് ഓർഡറിന്റെ കേസിൽ എന്നിന്റെ അവിടെ 2 കൊടുക്കുക. 1 - 2 -1 2 - 1 1 സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർ സെക്കൻഡ് ഓർഡർ മോൾ റൈസ് ടു -1 ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ്. ഓക്കെ, നോക്കൂ. ഫോർ 0 ഓർഡർ റിയാക്ഷൻ ദ യൂണിറ്റ് ഓഫ് റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ആർ സെയിം. എന്താണ് യൂണിറ്റ് ഓഫ് റേറ്റ്? മുമ്പ് പഠിച്ചിട്ടുണ്ട്. എന്താണ്? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. 0 ഓർഡർ റിയാക്ഷന്റെ റേറ്റിന്റെ യൂണിറ്റും റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റും സെയിം ആണ്. ഇത് റേറ്റ് കോൺസ്റ്റന്റിന്റെ യൂണിറ്റ് ആണ് കാണുന്നത്, മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ്. അത് തന്നെയാണ് റേറ്റിന്റെ യൂണിറ്റും. ഏത് കേസിൽ മാത്രം? 0 ഓർഡറിന്റെ കേസിൽ മാത്രം. ഓക്കെ, നെക്സ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ്. യൂണിറ്റ് ഓഫ് റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ഡിപ്പെൻഡ് ഓൺ ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. റേറ്റ് കോൺസ്റ്റന്റ് യൂണിറ്റ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഓർഡറിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. വാല്യൂസ് ഓഫ് കെ ഓഫ് 3 റിയാക്ഷൻസ് ആർ ഗിവൻ ബിലോ. ഇവിടെ 3 റിയാക്ഷൻസിന്റെ വാല്യൂസ് തരുന്നുണ്ട്. ഫൈൻഡ് ദ ഓർഡർ ഓഫ് ദ റിയാക്ഷൻ. ഓരോ റിയാക്ഷന്റെയും ഓർഡർ കണ്ടുപിടിക്കുക. ഓക്കെ, ഇത് ഒന്നാമത്തെ റിയാക്ഷൻ. അതിന്റെ യൂണിറ്റ് നോക്കണം. യൂണിറ്റ് നോക്കിയിട്ട് വേണം അത് ഏത് ഓർഡറാണ് മനസ്സിലാക്കാൻ. മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് ഏതായിരിക്കും? മോൾ ലിറ്റർ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് 0 ഓർഡർ റിയാക്ഷൻ അല്ലേ? ഇപ്പൊ പഠിച്ചു കഴിഞ്ഞിട്ടുള്ളൂ. ഫോർ 0 ഓർഡർ റിയാക്ഷൻ യൂണിറ്റ് ഓഫ് റേറ്റ് ആൻഡ് റേറ്റ് കോൺസ്റ്റന്റ് ആർ സെയിം. ഇത് റേറ്റിന്റെ യൂണിറ്റ് ആണ്. റേറ്റിന്റെ യൂണിറ്റ് തന്നെ റേറ്റ് കോൺസ്റ്റന്റിൽ വന്നിരിക്കുന്നത് ഇവിടെ. അതുകൊണ്ട് അത് ഏത് ഓർഡറാണ്? 0 ഓർഡർ റിയാക്ഷൻ ആണ്. അടുത്തത് K = 5 × 10⁻². സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് മാത്രം വന്നാൽ അത് ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ആണ്. ഓക്കെ, ഇതോ ലിറ്റർ മോൾ ഇൻവേഴ്സ് സെക്കൻഡ് ഇൻവേഴ്സ് അല്ലെങ്കിൽ മോൾ ഇൻവേഴ്സ് ലിറ്റർ സെക്കൻഡ് ഇൻവേഴ്സ് ഇതേതാണ്? സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ യൂണിറ്റ് നോക്കിയിട്ടാണ് അത് ഏത് ഓർഡറാണ് മനസ്സിലാക്കുന്നത്. ഞാൻ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം. ദ കൺവേർഷൻ ഓഫ് എ മോളിക്യൂൾ ഓഫ് X to Y ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. എക്സ് എന്ന മോളിക്യൂൾ Y എന്ന മോളിക്യൂൾ ആയിട്ട് മാറുന്നത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? സെക്കൻഡ് ഓർഡറിലെ അടിസ്ഥാനത്തിലാണ്. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് X ഈസ് ഇൻക്രീസ്ഡ് ടു 3 times, എക്സിന്റെ കോൺസെൻട്രേഷൻ 3 times കൂട്ടിയാൽ ഹൗ വിൽ ഇറ്റ് അഫക്ട് ദ റേറ്റ് ഓഫ് ഫോർമേഷൻ ഓഫ് Y? അത് എങ്ങനെയാണ് വൈയുടെ ഫോർമേഷനെ ബാധിക്കുക? അതായത് എക്സിന്റെ കോൺസെൻട്രേഷൻ 3 മടങ്ങ് കൂട്ടിയാൽ അത് വൈയുടെ ഫോർമേഷനെ വൈ ഉണ്ടാവുന്നതിനെ എങ്ങനെ ബാധിക്കും? അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എഴുതേണ്ടതിന്റെ റേറ്റ് ഇക്വേഷൻ ആണ്. റേറ്റ് ഇക്വേഷൻ ആദ്യത്തെ റേറ്റ് കൂട്ടുന്നതിന് മുന്നേ കേട്ടോ, KX², K ഇൻ കോൺസെൻട്രേഷൻ ഓഫ് X² എന്നവിടെ സ്ക്വയർ എന്ന് എഴുതാൻ കാരണം ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് സെക്കൻഡ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സെക്കൻഡ് ഓർഡർ ആണെങ്കിൽ ഈ കോൺസെൻട്രേഷൻ ടേമിന്റെ പവർ എത്രയായിരിക്കും? 2 ആയിരിക്കും. ഓക്കെ, അപ്പൊ റേറ്റ് ഈക്വൽ ആദ്യത്തേന്ന് കാണിക്കാൻ വേണ്ടി R1 ഫസ്റ്റ് റേറ്റ് ഈക്വൽ KX². ഓക്കെ, ഇനി എന്താ പറയാൻ പോകുന്നത്? എക്സിന്റെ കോൺസെൻട്രേഷൻ എത്ര ടൈംസ് കൂട്ടുന്നു? വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് X is increased to 3 times, എക്സിന്റെ കോൺസെൻട്രേഷൻ 3 മടങ്ങ് കൂട്ടിയാൽ ദ ന്യൂ റേറ്റ് R2 ഈസ് പുതിയ റേറ്റ് എങ്ങനെയായിരിക്കും? അപ്പൊ ഈ എക്സിന്റെ കോൺസെൻട്രേഷൻ 3 മടങ്ങാക്കാണ് എന്ന് പറഞ്ഞാൽ 3x എന്നാക്കാണ് ഇവിടെ 3x. ഓക്കെ, 3x എന്നാക്കിയാൽ എന്താ സംഭവിക്കുക? ഇവിടെ സ്ക്വയർ ഓൾറെഡി ഉണ്ട്. ഓക്കെ, അപ്പൊ 3യുടെ സ്ക്വയർ എത്ര വരിക? 9. 3² 9 അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെയായി മാറും? പുതിയ റേറ്റ് R2 ഈക്വൽ പുതിയ റേറ്റ് എന്ന് കാണിക്കാൻ, സെക്കൻഡ് റേറ്റ് എന്ന് കാണിക്കാൻ R2 ഈക്വൽ K × 3x². 3യുടെ സ്ക്വയർ എത്രയാണ്? 9. ഇനി ബാക്കി എഴുതിയാൽ മതി K കോൺസെൻട്രേഷൻ ഓഫ് H². ഓക്കെ, നോക്കൂ ആദ്യത്തെ റേറ്റ് എത്രയാണ്? ആദ്യത്തെ റേറ്റ് ഫസ്റ്റ് റേറ്റ് KH². ഫൈനൽ റേറ്റ് എത്ര? 9KH² എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് കൂടി? 9 times കൂടി. The rate of the reaction increases 9 times. Therefore, the rate of formation of Y increases 9 times. ഈ റിയാക്ഷന്റെ വേഗത 9 മടങ്ങ് കൂടുന്നു. അതുകൊണ്ട് വൈയുടെ ഫോർമേഷനും 9 മടങ്ങ് കൂടുന്നു. ഓക്കെ, നെക്സ്റ്റ് പ്രോബ്ലം.
ദ കൺവേർഷൻ ഓഫ് എ മോളിക്യൂൾ എ ടു ബി ഫോളോസ് സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. എ ബി ആവുന്നത് സെക്കൻഡ് ഓർഡറിന്റെ അടിസ്ഥാനത്തിലാണ്. ഇഫ് ദ കോൺസെൻട്രേഷൻ ഓഫ് എ ഈസ് ഇൻക്രീസ് ടു 4 ടൈംസ്, എയുടെ കോൺസെൻട്രേഷൻ 4 ടൈംസ് കൂട്ടിയാൽ ഹൗ വിൽ ഇറ്റ് എഫക്ട് ദ ഫോർമേഷൻ ഓഫ് ബി? ഇത് എങ്ങനെയാണ് ബിയുടെ ഫോർമേഷൻ എഫക്ട് ചെയ്യുക? ഇപ്പൊ പറഞ്ഞ പോലെ തന്നെയാണ്, ചെറിയ വ്യത്യാസമുള്ളൂ. ഇവിടെ എ ടു ബി എന്നാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് അതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതുക. ആർ ഈക്വൽ കെ ഇൻറ്റു എ സ്ക്വയർ. കാരണം എന്താണ്? സെക്കൻഡ് ഓർഡർ കൈനറ്റിക്സ്. പിന്നെ അതിന് പറയുന്നത് എന്താണ്? എയുടെ കോൺസെൻട്രേഷൻ 4 ടൈംസ്. നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ 3 ടൈംസ് ഉണ്ടായിരുന്നു, ഇവിടെ 4 ടൈംസ് എന്നാണ്. അപ്പോൾ 4 ടൈംസ് ആകുമ്പോൾ 4a എന്നാക്കുക, 4a. ഓക്കെ, എന്നിട്ട് അതിന്റെ ഫോർമേഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേറ്റ് R1 ഈക്വൽ കെ കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ. When the concentration of A is increased 4 times, the new rate R2 is R2 equal K 4A square. 4 square എത്ര? 16. ഓക്കെ, ഇപ്പൊ 16 K കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ, അതായത് 16 ടൈംസ് ഇൻക്രീസ്ഡ്. പുതിയ റേറ്റ് 16 ടൈംസ് ആയിരിക്കും ആദ്യത്തെ. ഓക്കെ, ആദ്യത്തെ കെ കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ എന്നാണ്. ഇതിന്റെ എന്താണ്? രണ്ടാമത്തെ റേറ്റ് 16 കെ കോൺസെൻട്രേഷൻ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ റേറ്റിന്റെ 16 ടൈംസ് ആണ് സെക്കൻഡ് റേറ്റ്. ഓക്കെ, റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ് 16 ടൈംസ്. Therefore, the rate of formation of B increases 16 times. Next problem. A reaction is first order in A and second order in B. അപ്പോൾ ഒരു റിയാക്ഷൻ വിത്ത് റെസ്പെക്ട് ടു എ ഫസ്റ്റ് ഓർഡർ, വിത്ത് റെസ്പെക്ട് ടു ബി സെക്കൻഡ് ഓർഡർ. അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ റേറ്റ് ഇക്വേഷൻ എഴുതണം. ആർ ഈക്വൽ കെ ഇൻറ്റു, കെ എല്ലാത്തിനും എഴുതണം, അത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 1 ഫസ്റ്റ് ഓർഡർ ആയതുകൊണ്ട്, ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി റേസ് ടു 2 സെക്കൻഡ് ഓർഡർ ആയതുകൊണ്ട്. ഓക്കെ, റൈറ്റ് ദ റേറ്റ് ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. അത് പറഞ്ഞു കഴിഞ്ഞു. ഹൗ ഈസ് ദ റേറ്റ് എഫക്റ്റഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബി ഈസ് ട്രിപ്പിൾഡ്? ബിയുടെ കോൺസെൻട്രേഷൻ 3 ടൈംസ് കൂട്ടിയാൽ റേറ്റിന് എന്താണ് സംഭവിക്കുക? അതുപോലെ ഹൗ ഈസ് ദ റേറ്റ് എഫക്റ്റഡ് വെൻ ദ കോൺസെൻട്രേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി ഡബിൾഡ്? എയുടെയും ബിയുടെയും കോൺസെൻട്രേഷൻ ഡബിൾ ചെയ്തു കഴിഞ്ഞാൽ റിയാക്ഷൻ റേറ്റിനെ എങ്ങനെയാണ് അത് ബാധിക്കുക? ഇതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? റേറ്റ് ഇക്വേഷൻ എഴുതണം. റേറ്റ് ഈക്വൽ കെ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് എ റേസ് ടു 1 ആണെങ്കിൽ എഴുതണ്ട, ബി സ്ക്വയർ. കാരണം ഫസ്റ്റ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ ഓഫ് എ, സെക്കൻഡ് ഓർഡർ വിത്ത് റെസ്പെക്ട് ടു കോൺസെൻട്രേഷൻ ഓഫ് ബി. ഓക്കെ, റേറ്റ് എഴുതി. ഇനി അതിലെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബിയുടെ കോൺസെൻട്രേഷൻ 3 ടൈംസ് കൂട്ടിയാൽ റിയാക്ഷൻ റേറ്റിന് എന്ത് സംഭവിക്കും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ബി എന്നുള്ള സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 3b എന്ന് കൊടുക്കുക, അല്ലെ? ഇനി ഇവിടെ ഒന്നും മാറ്റാനില്ല, കാരണം അവിടെ ഒന്നും പറഞ്ഞിട്ടില്ല. നോക്കൂ, 3യുടെ സ്ക്വയർ എത്ര? 9. അപ്പൊ 9 കെ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ. ഓക്കെ, ഫസ്റ്റ് റേറ്റ് ഇതാണ്, സെക്കൻഡ് റേറ്റ് ഇതാണ് എന്ന് പറഞ്ഞാൽ എത്ര ടൈംസ് കൂടി? ആദ്യത്തെ റേറ്റിന്റെ 9 മടങ്ങ്, 9r. ആദ്യത്തെ റേറ്റ് 6 ആണെങ്കിൽ പുതിയ റേറ്റ് എത്രയാണ്? 9r. ദാറ്റ് ഈസ് റേറ്റ് ഇൻക്രീസസ് 9 ടൈംസ്. ഓക്കെ, നെക്സ്റ്റ് റേറ്റ്. നമ്മൾ ആദ്യം ഈ റേറ്റ് ഇക്വേഷൻ എഴുതി. പിന്നെ അതിന് പറഞ്ഞിരിക്കുന്നത് എയുടെ കോൺസെൻട്രേഷൻ 2 ടൈംസ് കൂട്ടി, അതുപോലെ ബിയുടെ കോൺസെൻട്രേഷൻ 2 ടൈംസ് കൂട്ടി. അപ്പോൾ പുതിയ റേറ്റ് എത്ര? നോക്കൂ, ഈ 2 പുറത്തേക്ക് എടുത്തു. ഓക്കെ, അതുപോലെ 2ന്റെ സ്ക്വയർ എത്ര? 4. അപ്പോൾ അതും പുറത്തേക്ക് എടുക്കാം. 4 ഇൻറ്റു 2 8. അപ്പൊ 8 കെ കോൺസെൻട്രേഷൻ ഓഫ് എ ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് ബി സ്ക്വയർ. ഇതെന്താണ്? ആദ്യത്തെ റേറ്റ് ആണ്. അപ്പൊ 8r. റേറ്റ് ഓഫ് ദ റിയാക്ഷൻ ഇൻക്രീസസ് 8 ടൈംസ്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.